അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, ഉറുദു ക്ലാസ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലി തുഖാ വന്നഖാ അമ്മാ ബഅദ്. ആദ്യ ഉറുദുവിൻ്റെ ക്ലാസ് ആയതുകൊണ്ട് ചെറിയ ഒരു ദുആ ഞാൻ പറയുന്നത് പോലെ നിങ്ങളും പറയുക. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നി ഇൽമൻ വഹിൽമൻ വഫഹ്മൻ വഅഖ്ലൻ വഅദബൻ വഹിഫ്ളൻ വഈമാനൻ കാമില റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സഅദ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട കുട്ടികളെ, ഒന്നാം സെമസ്റ്ററിൽ 21 പാഠങ്ങൾ CIC നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. ഇനി 22ാമത്തെ പാഠം മുതലാണ് ക്ലാസ് തുടങ്ങുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഉറുദുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി 2ാം സെമ്മിൽ എക്സാം വരുമ്പോൾ 1ാം സെമ്മിലെയും 2ാം സെമ്മിലെയും ഒരുമിച്ച് എക്സാം ഉണ്ടാകും. മറ്റുള്ള വിഷയങ്ങളൊക്കെ ഒരു സെമസ്റ്റർ എക്സാം കഴിഞ്ഞു, ഇനി അടുത്ത സെമ്മിലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ മതി. പക്ഷെ ഉറുദുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 1ാം സെമ്മിലെ എക്സാം കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 2ാം സെമ്മിൽ എക്സാം വരുമ്പോൾ രണ്ടും കൂടിയായിട്ടായിരിക്കും എക്സാം വരിക. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയുന്നില്ല. ഇനി മുതൽ നമ്മളാണ് ക്ലാസ് എടുക്കുക. അള്ളാഹു നല്ല രീതിയിൽ പഠിക്കാനും ഉറുദു മനസ്സിലാക്കാനും ഒക്കെ തൗഫീക്ക് നൽകട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് വളരെ നിങ്ങൾ പലരും ഉറുദു പഠിച്ചിട്ടുണ്ടാവില്ല. SLC വരെ ഉറുദു പഠിക്കാത്ത കുറേ കുട്ടികളുണ്ടാവും. ചില കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ വളരെ പ്രാഥമികമായ കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ടതൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള വളരെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളിലൂടെ തന്നെയാണ് 1ാം ക്ലാസ്സിലൊരു കുട്ടികൾക്ക് എങ്ങനെ തുടങ്ങുന്നോ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. 1ാമത്തെ നമ്മുടെ പാഠം 22ാമത്തെ നമ്മുടെ പാഠം ഹസ്രത്ത് ഖദീജ എന്നതാണ്. ഹസ്രത്ത് ഖദീജ റളിയല്ലാഹു അൻഹ, പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച്, പ്രിയപ്പെട്ട പ്രവാചക പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ തുടങ്ങാം. ആദ്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. ഉറുദുവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് വായിക്കാം എന്നുള്ളതാണ്. എങ്ങനെ വായിക്കാം. അപ്പോൾ ഉസ്താദ് വായിക്കുന്നത് കൃത്യമായി ശ്രദ്ധിക്കണം ആദ്യം. അതിനുശേഷം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ വാക്കിൻ്റെയും അർത്ഥം പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാം ഓരോ വാക്കിൻ്റെയും അർത്ഥം പറയുമ്പോൾ കൃത്യമായി നിങ്ങളത് എഴുതിയെടുക്കണം. ഓരോ വാക്കിൻ്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങളെ നോട്ട് ബുക്കിൽ കൃത്യമായി ഓരോ വാക്കിൻ്റെയും അർത്ഥം എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങളത് പഠിക്കുക. ഇൻഷാ അല്ലാഹ് കോളേജ് തുറക്കുമ്പോൾ നിങ്ങളുടെ നോട്ട് നോക്കും. നിങ്ങൾ ഓരോ വാക്കിൻ്റെയും അർത്ഥങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ ഓരോ വാക്കിൻ്റെയും അർത്ഥം എഴുതുക. അതിനുശേഷം അർത്ഥം അങ്ങനെ പഠിക്കുക. അതിനുശേഷം അർത്ഥം പഠിച്ചതിന് ശേഷം വായിച്ച് ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കി വായിച്ച് പഠിക്കുക. അങ്ങനെ ഓരോന്നിൻ്റെയും അർത്ഥം വെച്ച് പഠിക്കുകയും വേണം. അതോടുകൂടി ഒരു സെൻറ്റൻസ് വായിച്ച് അതിൻ്റെ മൊത്തം ആശയം കിട്ടുകയും വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. मक्का और मदीना मुल्क अरब के 2 सबसे मशहूर शहर है. അങ്ങനെയാണ്. മക്ക और മദീന, മക്കയും മദീനയും, മുൽക്ക് അറബ് അറബ് രാജ്യത്തിൻ്റെ, മുൽക്ക് എന്ന് പറഞ്ഞ രാജ്യം, മുൽക്ക് അറബ്. അപ്പോൾ അത് എഴുതി വെക്കുക. നോട്ട് ബുക്കിൽ അത് എഴുതി വെക്കുക. മുൽക്ക് എന്ന് എഴുതുക, എന്നിട്ട് രാജ്യം അങ്ങനെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, അത് ഞാൻ ചെക്ക് ചെയ്യും. ആ പദം അങ്ങനെ പഠിക്കുകയും ചെയ്യുക. മുൽക്ക് എന്ന് പറഞ്ഞ രാജ്യമാണ് എന്ന്. മുൽക്ക് അറബ് അറബ് രാജ്യത്തിൻ്റെ. അവിടെ കുറച്ച് വിട്ടു പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബുക്കിൽ. ശരിക്കും അങ്ങനെയല്ല, നമ്മുടെ ഇപ്പോൾ ഉള്ള ടെസ്റ്റിലുള്ള പോലെയല്ല. അവിടെ ചെറിയൊരു അച്ചടിക്കുമ്പോൾ ഉള്ള ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ്
ദോ സബ്സെ മഷ്ഹൂർ ഷെഹർ ഹെ, അങ്ങനെ പറയണം. ആ കേൻ്റെ മുമ്പിൽ ദോ, ഏക്ക് പറഞ്ഞ ഒന്ന്, ദോ പറഞ്ഞ രണ്ട് അല്ലേ. അപ്പോൾ ദോ സബ്സെ മഷ്ഹൂർ ഷെഹർ ഹേ എന്നാണ്. അത് അങ്ങനെ അവിടെ മാറ്റി കൊടുക്കണം. ദോ എന്ന് ചേർത്ത് കൊടുക്കണം, ദാലിട ഒരു വാവിട, ദോ സബ്സെ മഷ്ഹൂർ ഷെഹർ ഹെ അങ്ങനെ ആക്കി കൊടുക്കണം. അപ്പോൾ മക്ക और മദീന, മക്കയും മദീനയും മുൽക്ക് അറബ് അറബി രാജ്യത്തിൻ്റെ സബ്സെ മഷ്ഹൂർ ഷെഹർ ഹെ, ദോ സബ്സെ മഷ്ഹൂർ ഷെഹർ ഹെ, രണ്ട് ഏറ്റവും പ്രശസ്തമായ പട്ടണമാണ്. ഷെഹർ എന്ന് പറഞ്ഞാൽ പട്ടണം. മക്കാമേം കഅബ ഷെരീഫ് ഹെ, മക്കയിൽ കഅബ ഷെരീഫുണ്ട്. ഹേ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഉണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ ആകുന്നു എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പോൾ മക്കാമേം കഅബ ഷെരീഫ് ഹെ, മക്കയിൽ കഅബ ഷെരീഫുണ്ട്. ദുനിയ ഭർ കെ മുസൽമാൻ काबे के तरफ रुख करके नमाज पढ़ते हैं. ദുനിയ ഭർക്കെ മുസൽമാൻ, ദുനിയാവ് മുഴുവനുള്ള മുസൽമാൻ. ദുനിയ ഭർക്കെ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനുള്ള. അപ്പോൾ ദുനിയ ഭർക്കെ ലോകം മുഴുവനുമുള്ള മുസൽമാൻ മുസ്ലിങ്ങൾ കഅബ കി തൊറഫ്, കഅബയുടെ ഭാഗത്തേക്ക്, കി തൊറഫ് എന്ന് പറഞ്ഞാൽ ഭാഗത്തേക്ക്. അപ്പോൾ കഅബ കി തൊറഫ്, കഅബയുടെ ഭാഗത്തേക്ക്, റൂഹ് കർക്കെ, റൂഹ് കർണ എന്ന് പറഞ്ഞാൽ തിരിയുക, റൂഹ് കർക്കെ തിരിഞ്ഞിട്ട് നമാസ് പഠത്തെ ഹേ നിസ്കരിക്കുന്നു. അപ്പോൾ നമാസ് പഠത്തെ ഹേ അങ്ങനെയല്ല എഴുതി വെക്കേണ്ടത്, നമാസ് പഠിന എന്ന് എഴുതി വെക്കുക. നമാസ് പഠിന എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുക എന്നാണ് അർത്ഥം. നമാസ് പഠിന നിസ്കരിക്കുക. ഓക്കെ, എഴുതിയില്ലേ? നമാസ് പഠന നിസ്കരിക്കുക. ഹജ്ജ് കേലിയെ ബി മക്ക ജാത്ത ഹെ, ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയും, അല്ലെങ്കിൽ ഹജ്ജ് കേലിയെ എന്ന് പറഞ്ഞ ഉറുദുവിൽ വേണ്ടി എന്നാണ് അർത്ഥം. അപ്പോൾ ഹജ്ജ് കേലിയെ, ഹജ്ജിന് വേണ്ടി, ബി എന്ന് നമ്മൾ ഉറുദുവിൽ ഉപയോഗിക്കുന്നത് ഒരു തർക്കീദിന് ഒരു ഊന്നി പറയാനാണ്. ഹജ്ജ് കേലിയെ ബി, ഹജ്ജിന് വേണ്ടിയും, ഒരു എന്നുള്ളൊരു ഇതായിരിക്കും ബിക്ക് ഉണ്ടാവുക. ഹജ്ജ് കേലിയെ ബി, ഹജ്ജിന് വേണ്ടിയും, മക്ക ജാത്ത ഹെ മക്കയിൽ പോകുന്നു. മദീനാമേ, മദീനയിൽ, ഇസ്ലാം കെ പൈഗംബർ, ഇസ്ലാമിൻ്റെ പ്രവാചകൻ. പൈഗംബർ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ, എഴുതി വെക്കുക, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. പൈഗംബർ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ. ഇസ്ലാം കെ പൈഗംബർ, ഇസ്ലാമിൻ്റെ പ്രവാചകൻ, ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാ റൗള ഹെ, പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഹെ, റൗളയുണ്ട്. അപ്പോൾ ഈ ഹസ്രത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശസ്തരായ ആളുകളുടെ മുമ്പിൽ ചേർക്കുന്ന ഒരു പദമാണ് ഉറുദുവിൽ ഹസ്രത്ത് എന്നുള്ളത്. അപ്പോൾ ഹദ്റത്ത് എന്ന് പറയരുത്, ഉറുദുവിൽ ഹസ്രത്ത്, ഒരു ഉച്ചാരണമായിരിക്കും വരിക. ഹസ്രത്ത് ഖദീജ, ഹസ്രത്ത് മുഹമ്മദ്, അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാ റൗസ ഹെ, പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗദയുണ്ട്. നെക്സ്റ്റ് പേജ്. നിങ്ങളെല്ലാം പുസ്തകം തുറന്ന് വെക്കണം, സ്ക്രീനിൽ നോക്കരുത്. നിങ്ങൾ വോയിസ് മാത്രം കേൾക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പുസ്തകം കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും പുസ്തകം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുസ്തകം ഇങ്ങനെ മലർക്കെ തുറന്ന് വെച്ചിട്ട് എൻ്റെ വോയിസ് മാത്രം കേട്ടിട്ട് പുസ്തകത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെ പുസ്തകത്തിൽ ശ്രദ്ധിച്ചിട്ട് ഓരോ വാക്കിൻ്റെയും ഞാൻ അർത്ഥം പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് എഴുതി വെക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. സ്ക്രീൻ നോക്കിയാൽ നിങ്ങൾ കണ്ണിനും പ്രശ്നമാണ്. കുറേ നേരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മടുപ്പ്, ചടപ്പ് വരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടെസ്റ്റിൽ നോക്കുക, എൻ്റെ വോയിസ് മാത്രം കേൾക്കുക. ഓക്കെ. ഷെഹർ മക്കാമേം ഏക്ക് മാൽദാർ നേക്ക് ബീബി രഹ്തി തി. ഷെഹർ മക്കാമേം, മക്ക പട്ടണത്തിൽ, ഏക്ക് മാൽദാർ ഒരു സമ്പന്നയായ, നേക്ക് നല്ലവളായ, ബീബി രഹ്തി തി ഒരു ബീവി താമസിച്ചിരുന്നു. മാൽദാർ എന്ന് പറഞ്ഞാൽ സമ്പന്ന, ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് സമ്പന്നയായ എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ മാൽദാർ സമ്പന്നനായ എന്നർത്ഥം. നേക്ക് എന്ന് പറഞ്ഞാൽ നല്ലവനായ, നല്ലവനായ സ്ത്രീ ആയതുകൊണ്ട് നമ്മൾ നല്ലവളായ എന്ന് പറഞ്ഞു. നേക്ക് നല്ലവനായ എന്ന അർത്ഥമേലേക്ക്. അപ്പോൾ നേക്ക് ബീബി രഹ്തീത്തി, ഒരു നല്ലവളായ ബീവി താമസിച്ചിരുന്നു. ഉൻകാ നാം ഖദീജ ത, അവളുടെ പേര് ഖദീജ എന്നായിരുന്നു. ത എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ് അർത്ഥം.
എഴുതി വെക്കുക. ഉൻക നാം, അവളുടെ പേര് ഖദീജാത്ത, ഖദീജ എന്നായിരുന്നു. വോ ബേവ ഹോ ഗയി തി, അവൾ വിധവയായിരുന്നു. ബേവ എന്ന് പറഞ്ഞാൽ വിധവ. നോട്ട് ചെയ്യുക, ബേവ എന്ന് പറഞ്ഞാൽ വിധവ. വിധവ എന്ന് പറഞ്ഞാൽ എന്താ? ഭർത്താവ് മരിച്ച സ്ത്രീക്കാണ് വിധവ എന്ന് പറയാം. അപ്പോൾ വോ ബേവ ഹോ ഗയി തി, അവൾ എന്തായിരുന്നു? വിധവയായിരുന്നു. इसलिए अपना तिजारत का सामान दूसरी जगहों पर बेचने के लिए उन्हें दूसरों को मदद लेनी पड़ती थी. ओके, इसलिए ഇക്കാരണത്താൽ അപ്പിന തിജാരത്ത് ക സാമാൻ, തൻ്റെ കച്ചവട സാധനങ്ങൾ, തിജാരത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടം, സാമാൻ എന്ന് പറഞ്ഞാൽ സാധനം. അപ്പിന തിജാരത്ത് ക സാമാൻ, തൻ്റെ കച്ചവട ചരക്കുകൾ, കച്ചവട സാധനങ്ങൾ ദൂസരി ജഗോം പർ, മറ്റുള്ള സ്ഥലങ്ങളിൽ, ബേജിനെ കേലിയെ, ബേജിന എന്ന് പറഞ്ഞാൽ അയക്കുക, ബേജിനെ കേലിയെ അയക്കാൻ വേണ്ടി ഉനേം അവൾ, ദൂസരോം കി മറ്റുള്ളവരുടെ മദത് ലേനി പടുത്തി, മറ്റുള്ളവരുടെ സഹായം തേടേണ്ടിയിരുന്നു. മദത് ലേന, സഹായം തേടുക. ഹോത്തെ ഹോത്തെ, ഹോത്തെ ഹോത്തെ അങ്ങനെയായി, ഹോത്തെ ഹോത്തെ അങ്ങനെയായി, ഉൻകെ കാനോം തെക്ക്, ആ ഖദീജ ബീവിയുടെ കാനോം തെക്ക്, ചെവി വരെ, കാൻ എന്ന് പറഞ്ഞാൽ ചെവി, കാനോം തെക്ക് ചെവി വരെ, ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ക നാം പഹൂഞ്ച, പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം എത്തി. പഹൂഞ്ചിന എന്ന് പറഞ്ഞാൽ എത്തുക, പഹൂഞ്ചിന എത്തുക, എഴുതി വെക്കുക. അപ്പോൾ അങ്ങനെ ഖദീജ ബീവി ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ആ സമയത്താണ് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഖദീജ ബീവിയുടെ കാതിലെത്തുന്നത്. കാൻ എന്ന് പറഞ്ഞാൽ കാത്, ചെവി, അതിൻ്റെ ജമ്മാണ് കാനോം, ചെവികൾ എന്നർത്ഥത്തിൽ. അപ്പോൾ കാൻ, ചെവി, കാൻ എന്ന് എഴുതിക്കുക, ചെവി അല്ലെങ്കിൽ കാത്. ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പിനി സച്ചായി, തൻ്റെ സത്യസന്ധത, സച്ചായി എന്ന് പറഞ്ഞാൽ സത്യസന്ധത. ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പിനി സച്ചായി, തൻ്റെ സത്യസന്ധത, ഓർ ഈമാൻദാരി, വിശ്വസ്തത, ഈമാൻദാരി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത, और ईमानदारी के लिए विश्वस्तതയ്ക്ക് വേണ്ടി पूरे मक्का शहर में जाने जाते हैं, पूरे मक्का शहर में, മക്ക പട്ടണത്തിൽ മുഴുവനായിട്ട് ജാനെ ജാത്തെ അറിയപ്പെട്ടിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സത്യസന്ധതയിലും തൻ്റെ വിശ്വസ്തതയിലും മക്ക നഗരമാകെ അറിയപ്പെട്ടിരുന്നു. ഹസ്രത്ത് ഖദീജാനെ ഉൻസെ അപ്പിനെ സാമാൻ, ഹസ്രത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ സാമഗ്രികൾ, തൻ്റെ സാധനങ്ങൾ, അറബിക്ക് ദൂസരെ ഷെഹ്റോമേം, അറബികളുടെ മറ്റുള്ള പട്ടണങ്ങളിൽ, ജാക്കർ പോയിട്ട്, ജാന എന്ന് പറഞ്ഞാൽ പോവുക, ജാക്കർ പോയിട്ട്, ആന എന്ന് പറഞ്ഞാൽ വരിക, അതിൻ്റെ കൂടെ ആ നൂനിനെ കളഞ്ഞ് കർ നോട്ട വന്നിട്ട് എന്നാവും. ജാന ജാക്കർ പോയിട്ട്, ആന വരിക, ആക്കർ വന്നിട്ട്, ലിഖിന എഴുതുക, ലിഖിക്കർ എഴുതിയിട്ട്, അങ്ങനെ കർ കൊടുത്താൽ ഈ ഒരു അർത്ഥം വരും. അപ്പോൾ ഷെഹ്റോമൻ ജാക്കർ പട്ടണങ്ങളിൽ പോയിട്ട്, ബേച്ചിനാക്കി ദൂസരെ ഷെഹ്റോമേം ജാക്കർ മറ്റുള്ള പട്ടണങ്ങളിൽ പോയിട്ട്, ബേച്ചിനാക്കി തൻ്റെ സാധനങ്ങൾ, ബേച്ചിന എന്ന് പറഞ്ഞാൽ വിൽക്കുക, ബേച്ചിനാക്കി വിൽക്കാൻ, ദർഖാസ്ത് കി അപേക്ഷിച്ചു, ദർഖാസ്ത് കർണ എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക. നോട്ട് ചെയ്യുക, ദർഖാസ്ത് കർണ എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖദീജ ബീവി തൻ്റെ ചരക്കുകൾ, തൻ്റെ സാധനങ്ങൾ മറ്റുള്ള പട്ടണങ്ങളിൽ പോയി, മറ്റുള്ള അറബി പട്ടണങ്ങളിൽ പോയി വിൽക്കാൻ ആവശ്യപ്പെട്ടു. हज़रत सल्लल्लाहु अलैहि वसल्लम ने उनकी दरख्वास्त कबूल कर की. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ ആവശ്യം, അപേക്ഷ സ്വീകരിച്ചു. കബൂൽ കർണ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, ദർഖാസ്ത് കർണ എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക. അവരുടെ ഈ അപേക്ഷ സ്വീകരിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് ഇത്ര എടുത്താൽ മതി. കൃത്യമായും ഇത് എല്ലാ വാക്കുകളും പഠിക്കുക. ഇൻഷാ അല്ലാഹ് ഒരു ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരാനുള്ളത് ഇത് വേർഡ് ബൈ വേർഡ് അർത്ഥം വെക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അർത്ഥം വെച്ച് തന്നില്ലേ,
തുടക്കം മുതൽ നിങ്ങൾക്ക് ഹസ്രത്ത് ഖദീജ അത് മുതൽക്ക് ഞാൻ നിങ്ങൾക്ക് അർത്ഥം വെച്ച് തന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണോ അർത്ഥം വെച്ച് തന്നത്, വേർഡ് ബൈ വേർഡ് നിങ്ങൾക്ക് അർത്ഥം വെച്ച് തന്നല്ലോ, അതുപോലെ നിങ്ങളും ഓരോ വേർഡ് ബൈ വേർഡ് ഞാൻ അർത്ഥം വെച്ചതുപോലെ അർത്ഥം വെച്ച് തന്ന് ഇന്ന് 9 മണിക്ക് മുമ്പായി, ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പായി എല്ലാവരും, ആരും വിട്ടു നിൽക്കരുത്, എല്ലാവരും ഇന്ന് 9 മണിക്ക് മുമ്പായി വേർഡ് ബൈ വേർഡ് ഓരോ പദാനുപദം അർത്ഥം വെച്ച് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വോയിസ് അയക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.